അങ്ങനെ ഈ വീക്കെൻഡിലെ ഞങ്ങളുടെ യാത്ര കുറച്ച് ഭക്തിമയാപൂർണമായിട്ടുള്ളതാണ്. ഓരോ വീക്കെൻഡിലും അടുത്തത് എങ്ങോട്ട് പോകണം എന്ന് ഇൻസ്റ്റയിൽ നോക്കുമ്പോൾ പലപ്പോഴായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്പലമാണ് കപിലീശ്വരർ ടെമ്പിൾ. ഇതിന് വേണമെങ്കിൽ ഒരുപാട് നാളത്തെ ആഗ്രഹം എന്ന് തന്നെ പറയാം. കുറച്ച് നാളായി പോകണം ആഗ്രഹം ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഈ അമ്പലത്തിൽ സാരി ഉടുത്ത് തന്നെ പോകണമെന്ന് ഭയങ്കര അമ്പലത്തിൽ പോകണം എന്ന ആഗ്രഹത്തിനുപരി വേറെ 2 ആഗ്രഹങ്ങളായിട്ടായിരുന്നു ഞങ്ങൾ 2 പേരും അമ്പലത്തിലേക്ക് പോയിട്ടുള്ളത്. ഒന്ന്, എനിക്ക് സാരി എടുത്ത് പോകണം എന്നുള്ളതും, രണ്ടാമത്തേത് വീഡിയോയ്ക്ക് ഫുൾ വോയിസ് ഓവർ വിത്ത് ഐതിഹ്യം വേണം എന്നതുമായിരുന്നു. വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും എൻ്റെ അത്ര മിടുക്ക് വേറെ ഇല്ലെങ്കിലും എൻ്റെ മലയാളം എനിക്ക് തന്നെ മലയാളമാണെന്ന് ഭയങ്കര സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പല വീഡിയോയ്ക്കും വോയിസ് ഓവർ കൊടുക്കാത്തതും. വോയിസ് ഓവർ കൊടുത്ത വീഡിയോസ് ഞാൻ പിന്നീട് ഒരു വട്ടം പോലും കണ്ടിട്ടില്ല എന്നതുമായിരുന്നു സത്യം. അങ്ങനെ അരമണിക്കൂറിലെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അമ്പലത്തിലെത്തി. ഇവിടെ മെയിനായിട്ട് 3 പ്രതിഷ്ഠകൾ, കുറേ പ്രതിഷ്ഠകളുണ്ട്, പക്ഷേ ഏറ്റവും മെയിനായിട്ടുള്ള 3 പ്രതിഷ്ഠകളാണ്. ഒന്ന് ശിവഭഗവാൻ, ഒന്ന് പാർവതി ദേവി, പിന്നൊന്ന് വിനായകർ. ഇവർക്ക് 3 പേർക്കും പൂജിക്കാനുള്ള പൂവ് ആ പൂക്കാരൻ ഞങ്ങൾക്ക് തന്നു. അമ്പലത്തിന്റെ ഓരോ മുക്കും മൂലയും അത്രയും കളർഫുൾ ആൻഡ് അത്രയും ഭംഗിയായിരുന്നു. ഇനി ഇച്ചിരി ഐതിഹ്യം കേൾക്കാം. മൈലാപ്പൂർ എന്ന സ്ഥലത്തെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കപിലീശ്വർ ക്ഷേത്രം എന്ന ഈ ക്ഷേത്രം കേവലം ഒരു ശില്പിയുടെ അത്ഭുതം മാത്രമല്ല, പകരം ഭക്തിയും പുരാണവും ലയിക്കുന്ന ദൈവീയതയുടെ സാന്നിധ്യം കൂടിയാണ്. ഓക്കെ, ഇനി നോക്കി വായിക്കാതെ ഞാൻ എനിക്കറിയുന്നത് പറഞ്ഞുതരാം. 1800 വർഷം മുന്നേ ഉള്ള ഒരു അമ്പലമാണിത്. പക്ഷേ കുറെ ആൾക്കാർ ഇത് 1700 വർഷം മുന്നേ ഉള്ളതാണെന്നുള്ളതും, പക്ഷെ കുറെ ആൾക്കാർ ഇത് 600 വർഷം മുന്നേ ഉള്ളതാണെന്നാണ് പറയുന്നത്. പക്ഷെ രണ്ടും ശരിയാണ്. 1700കളിലുള്ള ഒരു അമ്പലമാണിത്. പക്ഷേ ഇതിന്റെ ഇത്രത്തോളമായിട്ടുള്ള ഈ കളർഫുൾനെസ് ആൻഡ് കുത്തുപണികൾ കഴിഞ്ഞിട്ട് 600 വർഷങ്ങളേ ആയിട്ടുള്ളൂ. പണ്ട് ശിവഭഗവാനോട് പാർവതി ദേവി ചോദിക്കുകയാണ്, ഈ ഓം നമ ശിവായ എന്നുള്ള ഈ മന്ത്രത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ശിവഭഗവാൻ അതിന്റെ അർത്ഥം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കറക്റ്റ് ആ സമയത്ത് ഒരു മയില് പീലിക്ക് വിടത്തി ഇങ്ങനെ നൃത്തമാടുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പാർവതി ദേവിന്റെ ശ്രദ്ധ മയിലിലേക്ക് പോവുകയും ശിവഭഗവാൻ ഭയങ്കരമായിട്ട് ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പാർവതി ദേവിക്ക് എന്താണ് ഓം നമ ശിവായ എന്നുള്ളത്. പക്ഷെ അങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ശിവഭഗവാൻ പാർവതി ദേവിയെ നോക്കുമ്പോൾ പാർവതി ദേവി മയിലിന്റെ നൃത്തത്തിൽ ലയിച്ചിരിക്കുകയാണ്, ഒന്നും കേട്ടില്ല. അപ്പൊ ശിവഭഗവാൻ ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞതൊന്നും താൻ കേട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പാർവതി ദേവിക്ക് ഒന്നും അറിയില്ല, എന്താ ഫസ്റ്റ് പറഞ്ഞതെന്ന് പോലും അറിയില്ല. അങ്ങനെ പ്രകോപിതനായ ശിവഭഗവാൻ പാർവതി ദേവിനെ ശപിക്കുകയാണ്. ശാപം എന്തായിരുന്നു വെച്ചാല്, ഒരു മയിലിന്റെ നൃത്തം കണ്ടിട്ടാണല്ലോ പാർവതി ദേവി ശിവന്റെ അത്രയും സംസാരം കേൾക്കാഞ്ഞത്. അപ്പൊ നീ കാലാകാലം മയിലായിരിക്കട്ടെ പറഞ്ഞ് ശപിക്കുകയാണ് പാർവതി ദേവിനെ. ശാപത്തിൽ നിന്നും മോശം നേടാൻ ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചപ്പോ ശിവൻ വന്ന് പറയാണ്, നീ മയിലായിട്ട് എന്റെ അടുത്തേക്ക് വരണം, എന്റെ അടുത്ത് വന്ന് എന്റെ കാലിൽ തൊട്ട് നമസ്കരിച്ച് മാപ്പ് ചോദിക്കണം. അങ്ങനെ പാർവതി ദേവി മയിലായിട്ട് വന്ന് ശിവനോട് മാപ്പ് ചോദിച്ച് ശാപത്തിൽ നിന്നും മോക്ഷം നേടിയ സ്ഥലമാണ് മൈലാപ്പൂരിലെ കപിലീശ്വരർ ടെമ്പിൾ എന്ന് പറയുന്ന അമ്പലം. ഇവിടുത്തെ ദർശന സമയം വെളുപ്പിന് 6:30 മുതൽ 12 മണി വരെയും വൈകിട്ട് 3 മണിക്കാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അവിടെ എല്ലാ നടകളും തുറന്നത് 4:30 ആയപ്പോഴാണ്. 4:30 മുതൽ 7 മണി വരെയുമാണ്. വരുന്ന എല്ലാവർക്കും ഒരു പ്രത്യേക തരം പ്രസാദം ഒരു ഇല പോലത്തെ ഒരു പാത്രത്തിലാക്കിയിട്ട് തരും. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഉപ്പുമാവ് പോലത്തെ ഒരു പ്രസാദം. പ്രസാദവും കഴിച്ച് ഒരു കരിക്കും കുടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകും. ഓക്കെ, ബൈ.